Hi friends, I am Ajikumar, the English trainer from English Academy. നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും +1, +2 സ്കൂളുകളിൽ അത് കുറവാണ്. സ്കൂളുകളിൽ പ്രത്യേകിച്ചും അൺഎയ്ഡഡ് സ്കൂളുകളിൽ സർക്കാർ സ്കൂളിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലേ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, ഇംഗ്ലീഷ് ടീച്ചിൻ്റെ കാര്യത്തിൽ പക്ക വൃത്തികേടാണ് നടക്കുന്നത്. കാരണം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്, നേരത്തെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് ഫിസിക്സിൻ്റെയോ കെമിസ്ട്രിയുടെയോ ഒക്കെ അധ്യാപകരായിരിക്കും. അതുകൊണ്ട് തന്നെ ഏക്കോ പൂക്കോ ഏക്കാൻ ഇവന്മാർക്കൊന്നും അറിയത്തില്ല. ഒരു ചുക്കും അറിയാത്ത അധ്യാപകരാണ് ഇംഗ്ലീഷ് കയറി പഠിപ്പിക്കുന്നത്. ഇവർക്ക് നൗൺ എന്തോ പ്രോനൗൺ എന്തോ എന്ന് പോലും അറിയാൻ വയ്യാത്ത, എനിക്ക് നേരിട്ടറിയാം, നമ്മുടെ പേര് പറയാം, സ്കൂളിൻ്റെ പേര്, അധ്യാപകരുടെ പേര് പറയാം, അത്യാവശ്യം പാർട്സ് ഓഫ് സ്പീച്ച് പോലും അറിയാത്തവരാണ് സ്കൂളിൽ ക്ലാസ്സുകൾ എടുക്കുന്നത്, ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പം ഈ അടുത്തിടെയായിട്ട് തന്നെ ഒരു 25 വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ വിളിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഈ കുട്ടികൾക്ക് ടെക്സ്റ്റ് അവർ നല്ലവണ്ണം ഏതൊക്കെ നോക്കി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ടെക്സ്റ്റ് വൃത്തിയായിട്ട് അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഗ്രാമർ പോർഷൻ, ഇപ്പോൾ CBSE സിലബസ്, ICSE സിലബസ് ആണെങ്കിൽ നമുക്ക് അവസാനം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാമർ പോർഷൻ ഒരിക്കലും അവർ എക്സാമ്പിൾസ് കൊടുക്കത്തില്ല, എക്സ്പ്ലനേഷൻസ് കൊടുക്കത്തില്ല. ഒരു എക്സാമ്പിൾ, ദെൻ എക്സർസൈസസ്, എക്സ്പ്ലനേഷൻ കൊടുക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, നൈസായിട്ടുള്ള ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, 2 എക്സാമ്പിൾ കൊടുക്കുന്നു, ചില ഹിൻസ് മാത്രം കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ അധ്യാപകരാണ് ഇത് കൃത്യമായിട്ട് അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതുപോലെ ഫ്രേസൽ വെർബ്, എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഗ്രാമർ പോർഷൻ കംപ്ലീറ്റ് വരും, ടെൻസ് വരും, ആർട്ടിക്കിൾസ് വരും, പ്രിപ്പോസിഷൻസ് വരും, പാർട്സ് ഓഫ് സ്പീച്ച് വരും, എല്ലാം വരും. ഇപ്പോൾ ഫ്രേസൽ വെർബ് ആയാലും എഡിറ്റിംഗ് ആണെങ്കിലും ഇതൊന്നും ഈ സ്കൂളുകളിലെ അധ്യാപകർക്ക് പഠിപ്പിക്കാനറിയില്ല. നമ്മുടെ അൺഎയ്ഡഡ് സ്കൂളുകളും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതിൻ്റെ കാരണം സിമ്പിളാണ്. നമ്മുടെ അൺഎയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകർ കിട്ടുന്ന മാക്സിമം 12,000 രൂപയൊക്കെയാണ്. ഇനി ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായിട്ടെടുത്ത്, ഇംഗ്ലീഷ് മെയിനായിട്ട് എടുത്തതിന് ശേഷം PG ഉള്ളവരാരുമില്ല. ലേൺ ഫ്രം ദ മാസ്റ്റർ ഹിംസെൽഫ്, ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫിസിക്സോ ഹിസ്റ്ററിയോ എടുത്ത് പഠിപ്പിച്ച ഒരാൾ, PG ഉള്ള അല്ലെ PhD ഉള്ള ഒരാൾ ഇംഗ്ലീഷ് കയറി പഠിപ്പിക്കും. അയാൾ അത് എവിടെയെങ്കിലും ലേബറിൻ്റെയോ അങ്ങനെയുള്ള ഗൈഡുകൾ നോക്കിയായിരിക്കും പഠിപ്പിക്കുന്നത്. അത് ഓൾവേസ് സെക്കൻഡ് ഹാൻഡ് നോളജ് ആയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഒരു 25ഓളം പേരൻസ് എന്നെ വിളിച്ചു. എന്നിട്ട് അവർക്ക് വേണ്ടുന്നത് ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഗ്രാമർ ഈസ് യൂസ്ലെസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഗ്രാമറിനെ സംബന്ധിച്ച് റൈറ്റിംഗ് സ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഇംഗ്ലീഷ് ഗ്രാമർ കൂടിയേ തീരൂ. കാരണം മലയാളത്തിൽ മൈൻഡ് സെറ്റുള്ള ഒരാളെ സംബന്ധിച്ച് ഇംഗ്ലീഷിലേക്ക് മാറുമ്പം അവരുടെ ഇംഗ്ലീഷിലുള്ള റൈറ്റിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ വേർഡ് ഓർഡറുള്ള ഡിഫറൻസ്, സിംഗുലാർ പ്ലൂറൽ ഡിഫറൻസ്, ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റേത് മാത്രമായ കുറച്ച് പെക്യുലിയാരിറ്റീസ് ഉണ്ട്. ഇത് മനസ്സിലാക്കാതെ ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് വൃത്തിയായിട്ട് എഴുതാൻ കഴിയത്തില്ല. എന്നാൽ നമ്മുടെ ഒരു 5% കുട്ടികൾ നല്ല വൃത്തിയായിട്ട് എഴുതും. ബാക്കി വരുന്ന 95%നെ നമുക്ക് പഠിപ്പിച്ചെടുത്തല്ലേ വെക്കൂ. അവർക്ക് വൃത്തിയായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് കൊടുത്തേ വെക്കൂ. കാരണം നമ്മുടെ കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അവരും ഈ ഇംഗ്ലീഷ് അറിയാവുന്നവരെ പോലെ തന്നെ ബാക്കി നോളജ് സബ്ജക്റ്റിൽ അവരെക്കാളും അതിനപ്പുറമാണ്. പക്ഷെ അവർ എഴുതി പിടിപ്പിക്കുമ്പോൾ, ബാക്കി നോളജ് സബ്ജക്ട്സുകൾ എഴുതി പിടിപ്പിക്കുമ്പോൾ അവർക്ക് ലാംഗ്വേജ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് മാർക്ക് കുറയുന്നു. അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ലാംഗ്വേജ് മാത്രമാണ് പ്രോബ്ലം. ലാംഗ്വേജ് ഈസ് ദ ഓൺലി പ്രോബ്ലം. അപ്പം ആ ഒരു ലക്ഷ്യം മനസ്സിലാക്കിക്കൊണ്ട്, അത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് ഇംഗ്ലീഷ് അക്കാഡമി ബേസിക് ഗ്രാമർ കോച്ചിങ്, ലിസണിങ് സ്പീക്കിംഗ് ഇല്ല ഇതിനകത്ത്. ഈ ഗ്രാമർ പഠിപ്പിക്കുമ്പോൾ ഡയറക്റ്റ് മെത്തേഡായിരിക്കും. ലിസണിങ് സ്പീക്കിംഗ് അവർക്ക് കിട്ടിക്കോളും. ഫോർ എക്സാമ്പിൾ, ആർട്ടിക്കിൾസ് പഠിപ്പിക്കുമ്പം A and the are called articles, ഇംഗ്ലീഷിലായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡിലായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പോൾ ലിസണിങ് സ്പീക്കിംഗ് അവർക്ക് കിട്ടും, റീഡിങ് റൈറ്റിംഗ് അവർക്ക് ഉണ്ടായിക്കോളും, റൈറ്റിംഗ് സ്കിൽ നല്ലോണം ഉണ്ടായിക്കോളും. അപ്പം ഇംഗ്ലീഷ് അക്കാഡമി പത്തനാപുരത്ത് അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. റൈറ്റ്.